നമസ്കാരം. ഫയറിൻ്റെ വെളിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ അപ്ഷെയർ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അപ്ഷെയർ ആപ്ലിക്കേഷന് നമ്മൾ ഫിംഗറൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യണമല്ലോ ആദ്യമായിട്ട്. ആ രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് മൊബൈലിലൂടെ നമുക്ക് ചെയ്യാം. അതായത് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ നമ്മളെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നമുക്ക് നമ്മളെ അപ്ഷെയർ നമുക്ക് ലോഗിൻ ചെയ്തെടുക്കാൻ പറ്റുന്നത്. നമുക്ക് ലാപ്ടോപ്പ് വേണം എന്നില്ല. പിന്നെ ആരുടെ സഹായം കൂടാതെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ സ്വന്തം മൊബൈൽ തന്നെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ സൈറ്റിൽ കയറുക. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ, പാണ്ടയിലും ലുലുവിലും എയർപോർട്ടിലൊക്കെ പോയി നമ്മൾ ഫിംഗറൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നല്ലോ. അപ്പോൾ നമുക്കൊരു പാസ്വേഡ് യൂസർ നെയിം നമുക്ക് ലഭിക്കും. ആ സാധനം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ അപ്ഷെയർ നമുക്ക് നിങ്ങളെ കൂട്ടുകാരിലോട്ട് ഇത് എത്തിക്കുക. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് അധികം മെനക്കേടൊന്നുമല്ല, ഒരു 5 മിനിറ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. നമ്മൾ www.moi.gov.sa എന്ന് പറഞ്ഞ സൈറ്റ് ഗൂഗിൾ ക്രോമിൽ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യണം. ഗൂഗിൾ ക്രോമിൽ നമ്മളെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മളെ മൊബൈലിലോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് ടാബിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ട് എന്താ ചെയ്യണമെന്നുള്ളത്. അതിനുശേഷം നമ്മൾ ID നമ്പർ ടൈപ്പ് ചെയ്യുക. ID നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പാസ്വേഡ് ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുള്ളൂ മെഷീനിൽ. അപ്ഷെയർ മെഷീൻ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലോട്ട് അവർ നമുക്കൊരു പാസ്വേഡ് അയച്ചു തരും. ആ പാസ്വേഡാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമ്മൾ മൊബൈലിൽ വന്നിട്ടുണ്ടോ അത് നോക്കുക, നമ്മളത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. ചിലത് സ്മോൾ ലെറ്റർ കാണും, ചിലത് ക്യാപിറ്റൽ ലെറ്റർ കാണും, കോഡ് അതൊക്കെ നമ്മൾ നോക്കി ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു കോഡുണ്ട്. ആ കോഡ് 7319 ആണ്. ഒരിടത്തെ കോഡെന്നാണ് വരിക. ആ ഡിസ്പ്ലേ വരുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ലോഗിൻ എന്ന് പറയുന്ന സാധനം കൊടുക്കുക. ലോഗിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു OTP മെസ്സേജ് നമ്മുടെ മൊബൈലിലോട്ട് വരുന്നതാണ്. ലോഗിൻ കൊടുത്തു. അതിനുശേഷം നമുക്കൊരു OTP വരും, വെരിഫിക്കേഷൻ കോഡ് നമ്മുടെ മൊബൈലിലോട്ട്. അത് 4 അക്ക നമ്പർ ആയിരിക്കും. അത് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ലോഗിൻ കൊടുക്കുക. അത് ഡ്യുവൽ ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മൾ കോഡ് നമ്പർ കൊടുത്തു, ലോഗിൻ കൊടുത്തു. അപ്പോൾ നമ്മൾ നേരെ സൈറ്റിലോട്ട് നമ്മൾ കയറണം അപ്ഷെയറിന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പേര്, നമ്മളെ പേരോ ഏതെങ്കിലും ഡേറ്റോ എന്തെങ്കിലും വെച്ചൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അത് പറയുന്നുണ്ട്, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിജിറ്റ്സ് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. പിന്നെ സിമ്പിൾസ് നമുക്ക് എന്ത് വേണം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ പാസ്വേഡ് നമ്മൾ സെലക്ട് ചെയ്യുക. പാസ്വേഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് 8 ക്യാരക്ടേഴ്സ് തന്നെ പാസ്വേഡ് വേണം. പിന്നെ അതേപോലെ തന്നെ പാസ്വേഡിൻ്റെ അകത്ത് പാസ്വേഡ് യൂസർ നെയിം തമ്മിൽ സെയിം ആവാൻ പാടില്ല. പിന്നെ ഒരു ക്യാപിറ്റൽ ലെറ്ററും ലോവർ ലെറ്ററും, അതായത് ക്യാപിറ്റൽ ലെറ്റർ വേണം, പിന്നെ ഒരു ചെറിയ അക്കം, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ. നമുക്കിങ്ങനെ കാണാം. നമ്മളിത് ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഗ്രീൻ ടിക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളെ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് രജിസ്റ്റേർഡ് മെയിൽ ID. നമ്മൾ രജിസ്റ്റേർഡ് മെയിൽ ID നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. കാരണം മെയിൽ IDയിലോട്ട് നമുക്ക് അപ്ഷെയറിൽ നമുക്ക് എന്തൊക്കെ വന്നാലും, നമുക്ക് എന്തൊക്കെ അപ്ഡേഷൻ വന്നാലും വരും. അതേപോലെ തന്നെ നമ്മളെ മൊബൈൽ നമ്പറിലോട്ടും ഒരു അപ്ഡേഷൻ വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൽ ID നമ്മൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാം ടൈപ്പ് ചെയ്ത് മെയിൽ ID എല്ലാം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് അപ്പോൾ നമുക്ക് ഈ പാസ്വേഡ് കാണാം. പാസ്വേഡിൻ്റെ സൈഡിൽ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്. 8 ക്യാരക്ടേഴ്സ് വേണം, ലോവർ കേസ് വേണം, അപ്പർ കേസ് വേണം, ന്യൂമറിക്ക് വേണം, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് സൈഡിൽ ഇങ്ങനെ ടിക്ക് വരുന്നതാണ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മെയിൽ ID ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മളെ മൊബൈൽ നമ്പർ, രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, നമ്മൾ അപ്ഷെയറിനൊക്കെ കൊടുത്ത അതേ സെയിം മൊബൈൽ നമ്പർ തന്നെ നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുത്തു. മൊബൈൽ നമ്പർ കൊടുത്തപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മൾ ആക്ടിവേഷൻ കോഡ് വീണ്ടും നമുക്ക് അയച്ചു തരും. ഒരു ആക്ടിവേഷൻ കോഡ് ഉണ്ട്. ആ ആക്ടിവേഷൻ കോഡിൽ നമ്മൾ ഈ പാസ്വേഡും യൂസർ നെയിമും ആക്ടിവേറ്റ് ആക്കാനുള്ള ഒരു കോഡാണ്. ആ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇക്കാമ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമുക്ക് പാസ്വേഡ് വരുന്നതാണ്. അപ്പോൾ പാസ്വേഡ് കണ്ടല്ലോ, വന്നിട്ടുണ്ടോ? അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ജസ്റ്റ് നമ്മൾ ഈ ഇക്കാമ നമ്പർ അടിച്ചതിന് ശേഷം നമ്മൾ ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് കൊടുക്കുമ്പോഴേക്കും ഓക്കെ, നമ്മളെ പാസ്വേഡ് നമ്മൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറക്റ്റാണോ, നമ്മൾ കൊടുത്ത പാസ്വേഡ് കറക്റ്റ് തന്നെയാണോ നമുക്ക് ഒന്നും കൂടി കൺഫേം ചെയ്യാണ്ട് ഇതൊന്ന് ലോഗൗട്ട് ചെയ്യാം. നമ്മളെ മൊബൈലിൽ തന്നെ നമുക്ക് ലോഗൗട്ട് ചെയ്യാം. മൊബൈലിനോ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ലോഗൗട്ട് ചെയ്യാം. ലോഗൗട്ട് എന്ന് പറഞ്ഞ ചിഹ്നമുണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ലോഗൗട്ട് ചെയ്യണം. ലോഗൗട്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടി നമ്മൾ കയറുവാണ് കേട്ടോ. ലോഗൗട്ട് ചെയ്തോ. ഇനി വീണ്ടും നമ്മൾ ലോഗിൻ എന്ന് പറയുന്ന പേജ് കൊണ്ടു ലോഗിൻ കൊടുത്തു. പ്രൊസീഡ് ടു ദ ന്യൂ വെബ്സൈറ്റ്. ഓക്കെ, നമ്മൾ കൊടുത്തു. അത് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക.
നമ്മളിപ്പോൾ പുതിയ ജനറേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡ്, ഇത് അറബിയാണ്, നമുക്ക് ഇംഗ്ലീഷിലോട്ട് മാറ്റാം. അതിൻ്റെ മേലത്തെ രണ്ട് നമ്മളെ യൂസർ നെയിം, നമ്മൾ കൊടുത്ത യൂസർ നെയിം നമ്മൾ സെലക്ട് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ പുതിയ ജനറേറ്റ് ചെയ്ത നമ്മൾ ഓർത്ത് വെക്കണം, അത് എവിടെയെങ്കിലും എഴുതി വെക്കും വേണം, നമ്മൾ മറന്നു പോകാൻ പാടില്ല. അപ്പം അത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യാം, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യാം. എല്ലാം യൂസ് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് ലോഗിൻ ചെയ്യുമ്പോഴും സെക്യൂരിറ്റി കോഡ് നമുക്ക് അവർ അയച്ചു തരും, ഓരോ പ്രാവശ്യം ലോഗിൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് സെക്യൂരിറ്റി ഫീച്ചർ തന്നെയാണ്. അത് നമ്മൾ ഓപ്ഷനിൽ അവർക്ക് കയറിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത് ലോഗിൻ ID തന്നെ വേണം. നമ്മൾ കൊടുക്കുകയാണ്, വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ട് മൊബൈലിൽ, ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ നമ്മൾ ആ പാസ്വേഡ് യൂസർ നെയിമും കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം.